പാലാ നഗരസഭയിൽ അസാധാരണ രാഷ്ട്രീയ നാടകം. LDF പ്രതിനിധിയായ ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണച്ചതോടെ പ്രമേയം പാസായി. കേരള കോൺഗ്രസ് നേതാവ് ഷാജു വി തുരുത്തേലിനെതിരെ സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസായത്. രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് നിർദ്ദേശം ഷാജു തള്ളിയതോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ UDF വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഒരു നേതാവിനെ പുറത്താക്കാൻ അവരുടെ പാർട്ടി മാത്രമല്ല മുന്നണി ആകെ ഒന്നുചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതെ വിജയ, അതിനാടകീയമായ രംഗങ്ങളെന്ന് വേണം പറയാൻ. കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന അതിനാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് UDF സ്വതന്ത്രനായ ഒരാളാണ്, ജിമ്മി എന്നയാൾ അവിശ്വാസ പ്രമേയത്തെ കൊണ്ടിരുന്നു. അതിനെ 9 പേരടങ്ങുന്ന UDFിൻ്റെ അംഗങ്ങൾ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം പാലായിൽ ചർച്ചയ്ക്ക് കൊണ്ടിരുന്നു. ഈ നിലവിലുണ്ടായിരുന്ന ചെയർമാൻ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനെ ഷാജു വി തുരുത്തിനെ പുറത്താക്കണമെന്നാണ് ഈ അവിശ്വാസ പ്രമേയം. പക്ഷേ ഇത് അവിശ്വാസ പ്രമേയം വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ അവിശ്വാസ പ്രമേയത്തെ കൊണ്ടുവന്ന ആളുകൾ വോട്ടിംഗ് നടത്താതെ വരികയും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന UDFിന് LDF പിന്തുണ കൊടുത്ത് LDFിൻ്റെ തന്നെ ചെയർമാനെ പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യം, അസാധാരണമായ സാഹചര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പാലാ മുനിസിപ്പാലിറ്റിയിൽ നടന്നത്. 14 അംഗം LDFിൻ്റെ 14 അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. ഈ പിന്തുണച്ചതോടുകൂടി ഷാജി വി തുരുത്തേൽ എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ഇതോടെ പുറത്താവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമാണ് അദ്ദേഹം ചെയർമാനായി തുടരുന്നത്. അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറാത്തതിനെ തുടർന്നാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ UDF പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അവിശ്വാസം ഉണ്ടതുകൊണ്ടാണ് അത്തരമൊരു പ്രമേയം UDFിൻ്റെ സ്വതന്ത്രനായ കൗൺസിലർ കൂടി അയാൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിനെ UDFുകാർ കൂടി പിന്തുണയ്ക്കാതെ വരുമ്പോൾ LDF പിന്തുണച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പോലും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ അവരുടെ ചെയർമാനെ അവർ പുറത്താക്കുന്ന അസാധാരണമായ സംഭവങ്ങളാണ് ഉള്ളത്. കൗൺസിലർ ശ്രീ ബൈജു കൂടി നമ്മളോട് ഇത് ചേരുന്നുണ്ട്. ഇത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു നാണംകെട്ട സംഭവമല്ലേ ഇത്? നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. ഇതിൻ്റെ സംഭവം എന്നാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഇന്ന് ഈ അവിശ്വാസം പരാജയപ്പെട്ടിരുന്നെങ്കിൽ 6 മാസത്തേക്ക് ഈ ചെയർമാനെ മാറ്റാൻ പറ്റത്തില്ല. മുന്നണി ധാരണ പ്രകാരം അദ്ദേഹം രാജിവെക്കാൻ തയ്യാറുമല്ല. ആ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്വതന്ത്രം കൊണ്ടുവന്ന UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഞങ്ങൾ നടപടി എടുക്കുന്നതിന് മുന്നേ അവർ രാഷ്ട്രീയ മുതലോട് സ്വതന്ത്രനെ കൊണ്ട് അവർ കൊടുപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കൊടുത്തില്ലേ വേറെ രീതിയിൽ ഈ സാധനം വരും, അത്രേ ഉള്ളൂ. അതാണ് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ കൗൺസിലർ കൂടിയായ ശ്രീ ബൈജു വൈശംബ്രമനാണ് ഈ സംഭവം പറഞ്ഞത്. പൊളിറ്റിക്കൽ നാടകം. അതാണ് രുചിഷ, 14 പേർ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അതിൽ കേരള കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ട്, CPMൻ്റെ അംഗങ്ങളുണ്ട്, CPIയുടെ അംഗങ്ങളുണ്ട്. 3 അംഗങ്ങളും പിന്തുണച്ചുകൊണ്ടാണ്, ഈ LDF മുന്നണിയിലെ 3 പാർട്ടികളും പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം പാസ്സായിട്ടുള്ളത്. ഈ അവിശ്വാസം കൊണ്ടുവന്നതാകട്ടെ സ്വതന്ത്രനായ UDFിൻ്റെ കൗൺസിലറും UDF 9 അംഗങ്ങൾ ഒപ്പിട്ട ഈ അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ LDF പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അസാധാരണമായ ഒരു രാഷ്ട്രീയ നീക്കം പാലാ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. ഇതോടുകൂടി ഷാജു വി തുരുത്തേൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ പുറത്തേക്ക് പോവുകയാണ്. നിലവിലെ അല്ലെങ്കിൽ 2 വർഷക്കാലമാണ് ഷാജു വി ജോർജിന് നൽകിയിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ആ ടേംസ് അത്രയുമല്ല, അവസാനം 1 വർഷം തോമസ് പീറ്റർ എന്നയാൾക്കാണ് നൽകിയിരുന്നത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഷാജു വി ജോർജ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. ഉടൻ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പുതിയ ചെയർമാനായി തോമസ് പീറ്റർ എന്ന ആളെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഷാജു വി ജോർജ് എന്നയാൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ കൗൺസിൽ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ സംഭവം. അദ്ദേഹം വരാത്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നാടകീയ നീക്കങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അതിന് LDF പിന്തുണ നൽകുന്നു. അപ്പം നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്, LDFിൻ്റെ ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഇതിൽ പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ 2 പേരുടെയും നേതൃത്വത്തിൻ്റെയും സംസ്ഥാനവും ജില്ലയുടെയും LDF നേതൃത്വത്തിൻ്റെ പിന്തുണ നേടിയിട്ടാണ് ഇന്ന് ഇത്തരമൊരു നീക്കം ഇവിടെ കേരള കോൺഗ്രസ് എം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനാടകീയ രംഗങ്ങൾ പാലാ നഗരസഭയിൽ നടക്കുന്നു. UDFിൻ്റെ സ്വതന്ത്രനായ കൗൺസിലർ കൊണ്ടുവരുന്ന ഒരു അവിശ്വാസ പ്രമേയത്തെ UDF പിന്തുണയ്ക്കുന്നു. ആ അവിശ്വാസ പ്രമേയം ചർച്ചയിലേക്ക് വരുമ്പോൾ, വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ UDF അംഗങ്ങൾ വിട്ടുനിൽക്കുന്നു. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നയാളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പക്ഷേ LDFിൻ്റെ കൗൺസിലർമാർ അതിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. 14 പേർ വോട്ട് രേഖപ്പെടുത്തുന്നു. അതോടെ കോറം തികയുകയാണ്. 26 അംഗങ്ങളുള്ള ഒരു കൗൺസിലാണ് പാലാ നഗരസഭ എന്ന് പറയുന്നത്. അതിൽ 14 പേർ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി അവിശ്വാസ പ്രമേയം പാസ്സാകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തന്നെ ചെയർമാനെ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വിടുന്ന സാഹചര്യം. രുചിഷ്.